ഹലോ ഫ്രണ്ട്സ്, +2 റീവാല്യൂഷൻ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 റീവാല്യൂഷൻ റിസൾട്ട് വന്നാൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് പലർക്കും കൺഫ്യൂഷനുണ്ട്. അതിനാൽ ഈ വീഡിയോയിൽ റിസൾട്ട് വന്നുടൻ എങ്ങനെ ചെക്ക് ചെയ്യാം, ഏത് ലിങ്ക് തുറക്കണം, മാർക്ക് ചേഞ്ച് ആയോ എന്ന് എങ്ങനെ അറിയാം, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണാനും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. +2 റീവാല്യൂഷൻ റിസൾട്ട് വന്നാൽ ഈ രീതിയിലായിരിക്കും ലിങ്കുകൾ കാണുക. അതുപോലെ തന്നെ കുറേ പേർക്ക് ഈ പേജ് കണ്ടാൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഓരോ ലിങ്ക് എന്തിനാണെന്ന് നോക്കാം. ഇവിടെ ആദ്യം കാണുന്ന റീവാല്യൂഷൻ ആൻഡ് സ്ക്രൂട്ടിനി റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ റീവാല്യൂഷൻ കൊടുത്ത സബ്ജക്റ്റുകളിൽ മാർക്ക് ചേഞ്ച് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ അറിയാൻ സാധിക്കും. മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ചേഞ്ച്ഡ് റീവാല്യൂഷൻ റിസൾട്ട് വിത്ത് മാർക്ക് എന്ന ലിങ്കിൽ പുതിയ മാർക്ക് എത്രയാണെന്ന് കാണാൻ കഴിയും. 10% അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് ഇൻക്രീസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് മൂന്നാമത്തെ ലിങ്കിൽ കാണുന്നത്. 2026 റീവാല്യൂഷൻ റിസൾട്ട് വന്നാലും ഈ രീതിയിൽ തന്നെയാണ് ചെക്ക് ചെയ്യാൻ കഴിയുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ റിസൾട്ട് റിലീസായ ഉടൻ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.